Hello guys, welcome to Cleans Media. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സിസ്റ്ററും കൂടിയാണ്. അപ്പോൾ അവർ ഒരു ആൽബം കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആൽബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിലെ ഫോട്ടോസ് കംപ്ലീറ്റ് അല്ല, ഇതിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ അവർക്ക് ഒരു സ്കാൻ ചെയ്ത് പെൻഡ്രൈവിലാക്കിയിട്ട് കൊടുക്കുക. അതുപോലെ മൊത്തത്തിൽ ഡാമേജ് ആയി പോയിട്ടുണ്ട്. ഇതുപോലത്തെ ആൽബങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊടുത്ത് അതിൻ്റെ ഒരു കവർ പേജ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ആൽബത്തിൻ്റെ കവർ എന്ന് പറയുന്നത് മാഗസിൻ ആൽബത്തിൻ്റെ കവറൊക്കെയാണ്. അപ്പോൾ അതേ രൂപത്തിലേ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. റെക്സിനൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് അതിന് വരും. അത് നേരപ്പം നമുക്ക് ഇതിന്മേൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇത്തരം ക്രൈസ് ഉണ്ടായതുകൊണ്ട്, കാരണം ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു ക്രൈസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആൽബത്തിൻ്റെ കവർ ഞാനൊന്ന് ട്രൈ ചെയ്ത് സ്വന്തമായി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ആൽബത്തിൻ്റെ കവർ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിയതല്ല. അതായത് എനിക്ക് വർക്കുണ്ട്. അപ്പോൾ ആ വർക്കിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഒരു 10-5 മിനിറ്റോ ഒക്കെ ഞാൻ അതിന് സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. എന്തായാലും അത് നല്ല രീതിയിലായി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതുപോലെ ബെൻഡായ ഇത്രയും കട്ടിയുള്ള പേപ്പറൊക്കെ നമുക്കതിൽ വെള്ളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് ഡ്രൈ ആകുന്ന സമയത്ത് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ആദ്യമുള്ള ഓൾറെഡി ഉള്ള പീസ് കേട്ടോ, ഒന്നും ഞാൻ എക്സ്ട്രാ കയ്യിൽ നിന്ന് എടുത്തതല്ല. ഇതെല്ലാം ആദ്യം നിന്ന് എടുത്ത പീസാണ്. ഈ 2 പീസ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ വാട്ടർ ഉപയോഗിച്ചിട്ട് ബെൻഡ് തീർത്തിട്ടില്ല. ഈ വലിയ പീസ് ഞാൻ ബെൻഡ് തീർത്തില്ല, കാരണം അതിന് അത്ര വലിയ ബെൻഡൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ആ ഒരു രീതിയിലൊരു ആ ഒരു മെത്തേഡ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല.
പിന്നെ ഈ വാൾപേപ്പറിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. വാൾപേപ്പർ ഏറ്റവും ചീപ്പ് റേറ്റിന് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ വാൾപേപ്പർ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിത് എൻ്റെ ഷോപ്പ് പുതുക്കി പണിത സമയത്ത് നമ്മളെ വാളിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ലൊരു ടെക്സ്ചറാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു കവർ പേജ് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിത് ഒരിക്കലും ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നില്ല കേട്ടോ. കാരണം ഞാനിത് എൻ്റെ രീതിയിൽ എൻ്റെ ഒരു സന്തോഷത്തിൽ വെച്ച ഒരു വർക്കാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര ക്രൈസാണ്. അതുകൊണ്ട് ചെയ്ത് വെച്ചതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പലരും നമ്മോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ സർവീസ് എന്നൊക്കെ. ഞങ്ങളുടെ സർവീസ്, ക്ലീൻസ് മീഡിയൻ്റെ സർവീസ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ ആണ്. അതായത് ഇൻഡോർ ഫോട്ടോഗ്രാഫി, ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇതുപോലത്തെ ആൽബങ്ങളോ കാര്യങ്ങളോ ഡാമേജ് ആയിട്ട് അതിൻ്റെ കവർ പേജ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 100% ഞാൻ ഓക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 20 രൂപയുടെ ഫെവിക്കോൾ മാത്രം മതി. പിന്നെ ഞാനതിൽ യൂസ് ചെയ്തിട്ട് പറഞ്ഞല്ലോ, വാൾപേപ്പറാണ് ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു പേപ്പർ കിട്ടുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ അതൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ വരാം. അതുവരേക്കും ബൈ.